അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട KMOയുടെ ജനറൽ സെക്രട്ടറി TK അഹമ്മദ് കുട്ടി ഹാജി, ആമുഖ പ്രഭാഷണം നിർവഹിച്ച KMOയുടെ പ്രസിഡന്റ് ആദരണീയനായ PT റഹീം സാഹിബ്, വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, KMO ഇസ്ലാമിക് അക്കാദമിയുടെ 10ാം വാർഷിക 1ാം സന്നദ്ധാന മഹാസമ്മേളനം ഈ കഴിഞ്ഞ 31-ാം തീയതി തുടങ്ങി ഇന്നത്തോടുകൂടി സമാപിക്കുകയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസായി പ്രവർത്തിക്കുന്ന കൊടുവള്ളി യതീംഖാനയിൽ കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന KMO ഇസ്ലാമിക് അക്കാദമിയുടെ ദശവാർഷിക സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ്. 10 വർഷം പൂർത്തീകരിക്കപ്പെടുക എന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു സംഘടനയുടെ, ഒരു സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ്. തിൽക അശറത്തുൻ കാമില എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 10 കുറിക്കപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രവും ഇസ്ലാമിക സംവിധാനവുമായി ബന്ധപ്പെട്ട വലിയ ഒരു തലമുണ്ട്. ഇസ്ലാമിലെ ഒട്ടുമിക്ക കാര്യങ്ങളുടെയും സമാപ്തി, അതിൻ്റെ ഒരു പൂർത്തീകരണം കുറിക്കപ്പെടുന്നത് 10 അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം അനുഗ്രഹീതമാകുന്നത് ഈ ദശവാർഷികം കൊണ്ട് തന്നെയാണ്. നേരത്തെ ആദരണീയനായ MLA റഹീം സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാർവദേശീയ തലത്തിൽ പ്രസിദ്ധമായ പ്രസ്ഥാനമായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളായ ഹുദവിമാർ, അതിൻ്റെ ഹാദിയ സംവിധാനം ലോകോത്തര ഭാഗത്ത് പ്രസിദ്ധിയാർജിച്ച് ഇന്ന് മലയാളി സമാജത്തിന് മുഴുവനും അഭിമാനമായി തിളക്കമാർന്ന വിധത്തിൽ മുന്നോട്ട് ഗമിക്കുകയാണ്. ചിറകടിച്ച് പറക്കുന്ന ലോകോത്തരങ്ങളിലെ വിജ്ഞാനത്തിൻ്റെ ഗോപുരങ്ങളിലേക്ക് കൊടുവള്ളി യതീംഖാനയുടെ സംഭാവനയായി 10 വർഷത്തെ ക്രിയാത്മകമായ പഠനം കൊണ്ട് ദാറുൽ ഹുദക്ക് സമ്മാനിക്കാൻ 35ഓളം വരുന്ന വിദ്യാർത്ഥികളായ ആലിമീങ്ങളായ പ്രതിഭകളെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഇന്നത്തെ അനുഗ്രഹീത പ്രഭാഷകൻ ഖലീൽ ഹുദവി നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. പരിപാടിയുടെ ക്രിയാത്മകമായ പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ പ്രിൻസിപ്പൽ നിരന്തരമായി സുന്നി മഹല്ല് ഫെഡറേഷനെയും മഹല്ല് ജമാഅത്തുകളെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് KMO ഇസ്ലാമിക് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് സജീവത കൈവരിക്കുന്നതിന് ആകാവുന്നതൊക്കെ ചെയ്യുകയും വളരെ കഠിനാധ്വാനപരമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ ഒരു വിവരത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ ദശവാർഷികം നടത്തുന്നത്. ഒരുപാട് പൊതുമേഖലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ ക്രിയാത്മകമായ ദേശീയോദ്ഗ്രഥന ദിനത്തിലുമെല്ലാം സംഭാവന അർപ്പിച്ചിട്ടുള്ള കൊടുവള്ളി ബഹുമാനപ്പെട്ട റഹീം സാഹിബിൻ്റെയും അതുപോലെ തന്നെ യശസ്വരീനായ മഹാനായ TK പരിക്കുട്ടി ഹാജിയുടെയും ഒക്കെ കഠിനാധ്വാനം കൊണ്ട് കൊടുവള്ളി യതീംഖാന അതിൻ്റെ പേരിൽ തന്നെ ലോകപ്രസിദ്ധമാണ് എന്ന പോലെ തന്നെ അതിനൊന്നുകൂടി തിലക കുറിച്ചാർത്തിക്കൊണ്ടാണ് ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസായി കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ പ്രവർത്തിക്കാൻ നമ്മുടെ സംവിധാനത്തിന് സാധിച്ചത്. റഹീം സാഹിബ് ഇവിടെ പറഞ്ഞു, നമ്മുടെ ദാറുൽ ഹുദയുടെ ഹാദിയ സംവിധാനം, ഇവിടെ ഇരിക്കുന്ന ഹുദവിമാരൊക്കെ തന്നെ ഹാദിയയുടെ കണ്ണികളാണ്. ഹാദിയ ലോകത്തിൻ്റെ വലിയൊരു വഴികാട്ടിയായി ഇന്ന് നമുക്കൊക്കെ അഭിമാനമാണ്.
പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമാജത്തിനും അതിൽ പ്രത്യേകിച്ച് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അഭിമാനകരമായി ഹാദിയ ഹുദവിമാർ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് UPA ഗവൺമെന്റ് സമർപ്പിച്ച ഒരു മാഗ്ന കാർട്ട പോലെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പഠന റിപ്പോർട്ടുണ്ട്, രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കേരളേതര സംസ്ഥാനങ്ങളിലെ മുഴുവൻ മുസ്ലിമീങ്ങളും അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട വിധത്തിൽ പറയുന്നു, പിന്നാക്കത്തിൻ്റെ കാവടി എന്തുക എന്നത് കഴിഞ്ഞ ചരിത്രപരമായ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങളിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ്. കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാ സ്റ്റേറ്റിലും മുസ്ലിമീങ്ങൾ പിന്നാക്കമാണ്. ശതമാനത്തിൻ്റെ കണക്കുകളിൽ ഏറ്റവ്യത്യാസങ്ങളുണ്ടെങ്കിലും ബീഹാറിലെയും ആസാമിലെയും ഗുജറാത്തിലെയും ഉത്തരേന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലൂടെയും കേരളത്തിൻ്റെ അപ്പുറത്തെ മുഴുവൻ സ്റ്റേറ്റുകളിലും ഇന്ത്യക്കാകമാനം മുസ്ലിമീങ്ങൾ പിന്നാക്കമാണ്. വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായി, സാംസ്കാരികപരമായി മുസ്ലിമീങ്ങൾ പിന്നാക്കത്തിലാണ്. അടിസ്ഥാന ജീവിത സംവിധാനം പോലും ഇല്ലാതെ മുസ്ലിമീങ്ങൾ പിന്തള്ളപ്പെട്ട് നിൽക്കുന്നു. 800 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച മുഗൾ ചക്രവർത്തിമാരുടെ പിന്മുറക്കാരായ സമുദായക്കാർ രാജ്യത്തിന്റെ ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി സകലരും സമർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനിക പട്ടങ്ങളിൽ നിരവധി ജീവിതം സമർപ്പിച്ച സമുദായത്തിന്റെ പിന്മുറക്കാർ നാടിന്റെ അഖണ്ഡതയും ഇതിന്റെ ബഹുസ്വരതയും കാത്തുവെക്കുന്നതിൽ അഹോരാത്രം സംഭാവന സമർപ്പിച്ച ഒരു സമുദായത്തിന്റെ പിൻഗാമികൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പിന്തള്ളപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ വലിയ നാണക്കേടാണ് എന്ന് പറഞ്ഞത് രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റിയാണ്. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് 11 മാസക്കാലം പഠനം നടത്താൻ വേണ്ടി ഒരു സമിതിയെ നിശ്ചയിച്ച് ഉത്തരേന്ത്യയുടെയും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ചെന്ന് പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതാണ് നമ്മൾ വായിച്ചത്. കേവലം ഏതെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്ത് സോഷ്യൽ മീഡിയയുടെ പിൻബലത്തിൽ ഭാവനയിൽ ഉണ്ടാക്കിയ പഠനമല്ല. ഏതെങ്കിലും ചാനലുകാർ 10 ആളുകളെ ഇന്റർവ്യൂ നടത്തി 1000 ആളുകൾക്കും അത് അഭിപ്രായമായിരിക്കാമെന്ന നിഗമനത്തിന്റെ റിപ്പോർട്ടല്ല. ഏതെങ്കിലും ചില ഭാവനകളിൽ നെയ്തെടുത്ത കണക്കുകളല്ല. ഗ്രാമീണരോട് സംസാരിച്ച് അവരുടെ ജീവിതത്തോട് ചേർന്ന് അവരുടെ കുടിലുകൾ ചെന്നുകൊണ്ട് അന്വേഷിച്ച് നിരന്തരമായ പഠനങ്ങളിലൂടെ നടത്തിയ റിപ്പോർട്ടാണ് രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നു, ഞങ്ങൾക്ക് വലിയ തോതിൽ കണ്ണീര് വരുന്ന വിധത്തിലാണ് ആസാമിലെയും ബീഹാറിലെയും ഗുജറാത്തിലെയും അവസ്ഥകൾ. രസകരമായി നമുക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ ആ പഠനത്തിൽ പറയുന്നൊരു ഭാഗം, ആ റിപ്പോർട്ട് സമർപ്പിച്ച 11 നാളിൽ ഒരാൾ കോഴിക്കോട്ട് വന്നിരുന്നു. മാതൃഭൂമി ഹൈസൻ ഹോട്ടലിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തിരുന്നു. ഞങ്ങൾക്ക് ആ പരിപാടി സംബന്ധിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു ഒരു ഞെട്ടിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് ഗുജറാത്തിൽ കാണാൻ സാധിച്ചത്, ബീഹാറിൽ കാണാൻ കഴിഞ്ഞത്, പൊതുവെ ഉത്തർപ്രദേശിൽ കാണാൻ സാധിച്ചത്, UPയിൽ കാണാൻ സാധിച്ചത്, എവിടെയാണോ ഞങ്ങൾ സഞ്ചരിച്ചെത്തുമ്പോൾ ഒരു ടാർ ചെയ്ത റോഡ് അവസാനിക്കുന്നത് അവിടം തുടങ്ങും ഒരു മുസൽമാന്റെ ഗ്രാമം. എവിടെയാണോ കറണ്ടില്ലാത്ത വീടുകൾ കാണുന്നത് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട അതൊക്കെ മുസ്ലിം വീടുകളായിരിക്കും. എവിടെയാണോ കുടിവെള്ളം കിട്ടാതെ യാതന അനുഭവിക്കുന്ന വീടുകൾ അലയുന്നത് അതൊന്നും ഞങ്ങൾക്ക് സംശയം വേണ്ട, അതൊക്കെ മുസ്ലിമിന്റെ വീടുകളായിരിക്കും. മുസ്ലിമിന്റെ പ്രദേശങ്ങളിൽ മുഴുവനും ശോചനീയ അവസ്ഥ. അക്ഷരാഭ്യാസമില്ല, ബാലപാഠമില്ല, പ്രാഥമിക ജീവിതത്തിന്റെ ഉപാധികളില്ല, കുടിലുകളില്ല, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ശൗചാലയങ്ങളില്ല, ഉപജീവന മാർഗത്തിന് വേണ്ടി കണ്ടെത്താനുള്ള പണികളില്ല. എല്ലാ അർത്ഥത്തിലും യാതനകളുടെയും വേദനകളുടെയും ഭാണ്ഡവം വേണ്ടി കഴിയുന്നവരാണ് അവിടെയൊക്കെ. ഈ പഠനമാണ് നമ്മുടെ ഇന്ത്യയിലെ പല സംഘടനകളെയും കണ്ണീര് തുറപ്പിച്ചത്. ഈ പഠനമാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെയും ഒരുപാട് ചിന്തിക്കാൻ കാരണമാക്കിയത്. ആ പഠനത്തെ മുൻകൊണ്ടിട്ടുകൊണ്ടാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി
ഹാദിയ എന്ന് പറയുന്ന പടർന്ന് പന്തലിച്ചൊരു വടുവൃക്ഷം പോലെ തിളക്കമാർന്ന് മുന്നോട്ട് പോകുന്ന സംഘബോധത്തിന്റെ ഒരു സൃഷ്ടിപ്പിന്റെ ബഹിസ്ഫുരണമായി അവർ ഉത്തരേന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് ദാറുൽ ഹുദ ഓഫ് ക്യാമ്പസ് സ്ഥാപിച്ചെടുത്തത്. ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുന്നി മഹല്ല് ഫെഡറേഷന്റെ മഹല്ല് കാരവൻ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദേശീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 14 സ്റ്റേറ്റുകളിലൂടെ കടന്നുപോയി. അവസാന സമയത്താണെങ്കിലും 3 സ്റ്റേറ്റുകളിലൂടെ കടന്നു പോകാനുള്ള ഒരു ദുരന്തമായ ഭാഗ്യം എനിക്കും ലഭിച്ചിരുന്നു. നമ്മൾ അവരുടെ കുടിലുകൾ കാണുന്നു, നമ്മൾ അവരുടെ പാഠസ്ഥലങ്ങൾ കാണുന്നു, നമ്മളിവിടെ ഭക്ഷണ വിധാനങ്ങൾ കാണുന്നു, നമ്മൾ അവരുടെ ജീവിതത്തിന്റെ ഉപാധികൾ കാണുന്നു. എല്ലാം കാണുന്ന സമയത്ത് നമുക്ക് അല്ലാഹു നൽകിയ വലിയ സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പടച്ചവന് ശുക്ർ ചെയ്യും. അറിവില്ലാത്തതിന്റെ പേരിൽ എന്തു ചെയ്യണമെന്നറിയാത്ത പലരും അവിടെയുണ്ട്. ഇസ്ലാമികപരമായ അവബോധമില്ല, ഭൗതികപരമായ അവബോധം അവർക്കില്ല, രണ്ടുമില്ല. ഒരു സ്ഥലത്ത് ഞങ്ങൾ കണ്ടു, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബീഹാറിൽ ദാറുൽ ഹുദയുടെ ഒരു സ്ഥാപനം കൊർഡോവ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലാണ് കാരവൽ യാത്രയുടെ സമാപന സമ്മേളനം നടക്കുന്നത്. ഞങ്ങൾ തലേ ദിവസം അവിടെ പോയി താമസമാക്കി. പിറ്റേന്ന് പ്രഭാത വേളയിൽ തണുത്ത് വിറച്ച പുലരുന്ന സന്ദർഭത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന ഒരു അവസരം ഞങ്ങൾക്കൊക്കെ ലഭ്യമായി. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ കൂടെയുണ്ട്. ആ സമയത്താണ് ആ ക്യാമ്പസിൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഹുദവിയാവാൻ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ്. ആ വീട്ടിൽ ചെന്ന സമയത്ത് കാണാൻ കഴിഞ്ഞത് മയ്യത്ത് പുറം തിണ്ണയിൽ ഒരു വെറും നിലത്ത് കിടത്തിയിരിക്കുന്നു. ആ മയ്യത്തിന്റെ ചുറ്റും സ്ത്രീകൾ കൂട്ടം കൂട്ടമായി ഇരുന്നു കൊണ്ട് ഒരു ആചാരം പോലെ പൊട്ടിക്കരയുന്നു. ആണുങ്ങളാവട്ടെ മറ്റൊരു സ്ഥലത്ത് ബെഞ്ചിട്ട് കൊണ്ട് ഇരുന്ന് അവരെന്തോ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആണുങ്ങളെല്ലാം പെരും സംസാരത്തിൽ, സ്ത്രീകളാവട്ടെ ഒരാചാരമായി നെഞ്ചത്തടിച്ച് കരയുന്നു. ഇത് ഞങ്ങൾ കരയുക എന്ന് പറയുന്നത് എന്തോ ഖുർആനറ്റ മൂടുന്ന പോലെ ഒരു അമലായി അവർ സ്വീകരിച്ച പോലെ മയ്യത്തിന്റെ ചുറ്റും വട്ടത്തിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അല്പം ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന, ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യനായ സുഹൃത്ത് ഡോക്ടർ സുബൈർ ഹുദവി ചേകന്നൂര് അവിടെ വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരം ഉറുദുവിൽ ഒരു പ്രഭാഷണം നടത്തി. ആ മയ്യത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് മയ്യത്തിനോട് കാണിക്കേണ്ട മര്യാദയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്? ഈ വന്നിരിക്കുന്നത് പാണക്കാട് സയ്യിദ് ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ ആരാണ് എന്നെല്ലാം 10 മിനിറ്റ് കൊണ്ട് ഉറുദുവിൽ സ്ഫുടം ചെയ്ത ഉറുദു ഭാഷയിൽ പ്രിയപ്പെട്ട സുബൈർ ഹുദവിയുടെ ഒരു പ്രഭാഷണം. അത് കഴിഞ്ഞപാടെ സ്ത്രീകളെല്ലാം ഒറ്റക്കെട്ടായി മയ്യത്തിന്റെ അടുത്ത് കൊണ്ട് ഓടി അകത്തത്തിലേക്ക് പോയി. ആണുങ്ങളെല്ലാം മയ്യത്തിന്റെ അധികത്തേക്ക് വന്നുകൊണ്ട് ഖുർആൻ ഓതാൻ അവർക്കറിയാവുന്ന ദിക്ർ ചെല്ലാൻ തയ്യാറായി. വലിയൊരു മാറ്റം അവിടെ കുറിക്കപ്പെട്ടു. അറിവില്ലാത്തതിന്റെ പേരിലാണ് അവർ അതൊക്കെ ചെയ്തു കൂട്ടിയത്. അതൊരൊറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഉത്തരേന്ത്യയുടെ ഇന്ന് ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസിന്റെ ചുറ്റും വെളിച്ചമാണ്. ഇരുട്ടിൽ തപ്പി നടന്നിരുന്ന ബീഹാറിന്റെ, ഇരുളാളങ്ങളിൽ പെട്ടുകൊണ്ട് ആപതിച്ച് കിടക്കുന്ന ഗുജറാത്തിന്റെ, ന്യൂനപക്ഷ സമുദായത്തിന്റെ സകലമാന മേഖലകളിലേക്കും ഒരു തിരിവട്ടമായി കത്തിജ്വലിക്കാൻ ദാറുൽ ഹുദക്ക് സാധിക്കുന്നു എന്നത് സന്തോഷ നിർഭരമായിരിക്കുന്ന ഒന്നല്ലേ? അങ്ങനെ ഉത്തരേന്ത്യയുടെ, ഗുജറാത്തിന്റെ, ഉത്തർപ്രദേശിന്റെ, ഗുജറാത്തിന്റെ, ആസാമിന്റെ, ബീഹാറിന്റെ, ത്രിപുരയുടെ, ചണ്ഡീഗഡിന്റെ, രാജസ്ഥാനിന്റെ, മധ്യപ്രദേശിന്റെ എല്ലാ സ്റ്റേറ്റുകളിലും ദാറുൽ ഹുദ ഹാദിയ ഓഫ് ക്യാമ്പസ് സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്തബ് എന്ന പേരിലുള്ള അവരുടെ ഗ്രാമപ്രദേശങ്ങളെ 50 രൂപ നിരക്കിൽ അവർ ആളുകളെ സ്പോൺസർ ചെയ്തുകൊണ്ട് ദത്തെടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ നാട് കൂടത്തായിലെ ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഇസ്ലാമിക്
ഇസ്ലാമിക് ദേവാ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 വർഷത്തിൽ 5 ഗ്രാമം ഞങ്ങൾ ദത്തെടുത്തു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, ഞങ്ങളെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ പിരിവെടുക്കലാണ്. പക്ഷെ ഞാൻ അവിടെ പോയി കണ്ടതും അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്നതിനൊക്കെ വലിയ സ്ഥാപനം നടത്തേണ്ടത് അവിടെയാണ്. ഹാദിയക്ക് 5 ഗ്രാമം ഏറ്റെടുക്കാൻ സന്നദ്ധ ഞങ്ങൾ കാണിക്കുകയും അതിനു വേണ്ടി ഫണ്ട് ചെലവഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാതെ പറയുന്നത്, ഈ ഓഫ് ക്യാമ്പസുകളൊക്കെയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ സ്ഥാപനം മഹാനായ ബാപ്പുട്ടി ഹാജിയും അതുപോലെ തന്നെ CH ഹൈദുറസ് ഉസ്താദും വലിയ തഖ്വയോടുകൂടി കെട്ടിപ്പടുക്കപ്പെട്ട പ്രസ്ഥാനം. അതിൻ്റെ ഓഫ് ക്യാമ്പസായി 10 കൊല്ലക്കാലം കൊടുവള്ളി മുസ്ലിം ഓർഫനേജിന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നത് പടച്ചവൻ തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദാറുൽ ഹുദ ഓഫ് ക്യാമ്പസിന്റെ ഈ KMO ഇസ്ലാമിക് അക്കാദമിയെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സമാപന സമ്മേളനത്തിൽ ഒരാശംസ നിർവഹിക്കാൻ സാധിച്ചതിൽ പടച്ച തമ്പുരാൻ ശുക്ർ ചെയ്തുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.